ഒന്ന് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പെട്ടി കെട്ടിയതാണ്. പക്ഷെ പെട്ടി കെട്ടിയപ്പോൾ ഒന്നല്ല, 3.5 മാസം മുന്നേ കെട്ടിയതാണ്. പിന്നെ ഇപ്പോൾ ഇടുന്നതെന്ന് വെച്ചാൽ വെറുതെ ഒരു രസം. അങ്ങനെ മുട്ടായാലും പാക്ക് ചെയ്തേ. നാട്ടിൽ പോകുമ്പോൾ ഒന്നും മേടിക്കേണ്ടതെന്ന് വിചാരിച്ചു ഇന്നെങ്കിലും ലാസ്റ്റ് മേടിക്കാതിരിക്കാൻ കഴിയില്ല. അതെല്ലാവർക്കും അറിയുന്നില്ല, പോകുന്ന നാട്ടിൽ പോകുന്ന എല്ലാവർക്കും. അങ്ങനെ മുട്ടായി മേടിച്ച് ഇങ്ങനെ എത്തി. 10 കിലോൻ്റെ ലഗേജിൽ 18 കിലോ മുട്ടായിനെ കഴിഞ്ഞിൽ. പിന്നെ ഒരു നൂട്ടെല്ലാം കൊണ്ടുപോയിട്ട് തല്ലായതുകൊണ്ട് ഞാൻ ഇതിൽ സെപ്പറേറ്റ് തന്നെ വാങ്ങി. അല്ലെങ്കിൽ നാട്ടിൽ പോയെങ്കിൽ അടിയും കുലുമാലും തന്നെ ആയിരിക്കും. അങ്ങനെ മുട്ടായെല്ലാം പാക്ക് ചെയ്തിട്ട് കിലോ എല്ലാം റെഡിയാക്കി ഇടുന്നെടുത്ത് ആടിയിട്ട് അങ്ങനെ 18 കിലോൻ്റെ അടുത്തുള്ള 10 കിലോനാക്കിയിട്ട് നേരെ വിട്ട് പാസ്പോർട്ട് കൊടുത്തിട്ട് നേരെ എയർപോർട്ടിലെത്തുമ്പോൾ ഞാൻ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. ഞാനെത്തുമ്പോൾ ആരും എയർപോർട്ടിലെത്തിയില്ല. ചെറുതായി സമയം പോയി. ഞാൻ 4 മണിക്ക് അവൽ സുബൈക്ക് എത്തി. അപ്പോൾ 7 മണിക്കാണ് ഫ്ലൈറ്റ് എന്ന് വിചാരിച്ച് 4 മണിക്ക് എത്തി. അപ്പോൾ ശരിക്കും 10 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ 7 മണിക്കാണ് എത്തേണ്ടത്. ഞാനെത്തുമ്പോൾ അടുത്ത പണിക്കാർ വരെ എത്തിയിട്ട് ആ സെക്യൂരിറ്റി മാത്രമുണ്ട്. അങ്ങനെ ഞാൻ കുറേ ഉറങ്ങി ഒരു 8-7 മണിയാകുമ്പോൾ എണീച്ച് നേരെ എടുത്ത് ബോർഡിംഗ് പാസ് ലഗേജിലോട്ട് നേരെ പോയി. പോകുമ്പോൾ ആ സത്യം മനസ്സിലാക്കുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാ ഇങ്ങോട്ടവിടെ പോകുന്ന ഒരു ചെറിയ ഫൈനുണ്ട്, അടച്ചിട്ട് പോയതെന്ന്. എത്രയും 500 പറയുമ്പം നാട്ടിലത്തെ ഒരു 1.5 ലക്ഷം റുപ്യ. വേറൊരു വഴിയില്ല, അടക്കലേ ഗതിയുള്ളൂ. എന്നോട് പറഞ്ഞാൽ അടച്ചെങ്കിൽ പോവാ, അല്ലെങ്കിൽ നാട്ടിൽ പോകാൻ കഴിയില്ലായിരുന്നു. ആ സമയത്തിൽ ആരും 1.5 ലക്ഷം റുപ്യ നേരെ എൻ്റെ മാഡത്തെ വിളിച്ചിട്ട് പൈസ അയപ്പിച്ചെന്നു. അങ്ങനെ പെരുക്കെത്തിയിട്ട് കുഞ്ഞിനെല്ലാം കണ്ട് പെട്ടിയെല്ലാം എടുത്ത് ഉള്ളിൽ വെച്ച് പിന്നെ പൈസ പോയ ബേജാറിൽ 10 കറിയും തിന്നിട്ട് സമാധാനിച്ച്.